മലയാളി മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജില് ഡോക്ടർ ഓപ്പറേഷൻ സമയത്ത് കത്രിക മറന്നു വെച്ചു എന്നുള്ളത്. അതിലൊക്കെ ഉപരിയായി ഞാൻ ഞെട്ടിയത് ആ സംഭവത്തെ ന്യായീകരിച്ചുകൊണ്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഹെഡിന്റെ പ്രസ്താവന കേട്ടപ്പോഴാണ്. എടോ, ഇത് വയറ്റിലുള്ളതുകൊണ്ട് ഒന്നും അറിയത്തില്ല, വെക്കാന്നല്ലേ, തെറ്റാണ്. പക്ഷേ വയറ്റിൽ ഇത് ഇരുന്നുകൊണ്ട് ഒന്നും അറിയാം. ഇത് പണ്ട് 20 കൊല്ലം മുമ്പ് വെച്ചതും ആകാം, ഇപ്പോൾ വെച്ചതാന്നുള്ളതിന് ഒരു തെളിവുമില്ല. ഇനിയിപ്പോൾ വല്ല കെമിക്കൽ ടെസ്റ്റ് കൊണ്ട് ഇൻസ്ട്രുമെന്റ് പഴക്കം കണ്ടുപിടിക്കുകയോ അങ്ങനെ വല്ലതും ചെയ്യേണ്ടി വരും, അല്ലാതെ അറിയാൻ പറ്റത്തില്ല. ഈ പാവം സ്ത്രീയുടെ കണ്ണീരിന് യാതൊരു വിലയുമില്ലേ? കഴിഞ്ഞ 5 വർഷമായി അവർ സഹിക്കുകയാണ്. യൂറിനേറ്റ് ചെയ്യുമ്പോൾ രക്തമാണ് വന്നുകൊണ്ടിരുന്നത്. ശരിക്കും സംഭവിച്ചതെന്ന് പറയുന്നത് അവരൊരു പാവ സ്ത്രീ, പാവപ്പെട്ട സ്ത്രീ. വേദന വരും, വേദനയും ഗവൺമെന്റ് ആശുപത്രിയിൽ പോകും. നമുക്കറിയാം ഗവൺമെന്റ് ആശുപത്രിയുടെ അവസ്ഥ എന്താണെന്ന്. എന്തെങ്കിലും രണ്ട് ഗുളിക എഴുതി കൊടുക്കുവരാ. വേദനയ്ക്കുള്ളതോ മറ്റെന്തെങ്കിലുമോ ഒക്കെ മിക്കവാറും പെയിൻ കില്ലർ ആയിരിക്കും. അതിന്റെ എഫക്ട് തീരുമ്പോ വേദന വീണ്ടും വരും. അങ്ങനെ 5 വർഷമായി അവർ സഹിക്കുകയാണ്. എന്നിട്ടിപ്പോ എല്ലാവരും ഡോക്ടറിനെ ന്യായീകരിക്കുന്നു. ഏതായാലും ഗവൺമെന്റ് ഓപ്പറേഷൻ നടത്തിയ ഷാഹിദ് എന്ന ഡോക്ടറെയും നേഴ്സിനെയും സസ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് വെറും താൽക്കാലികം. കുറെ കഴിയുമ്പോൾ അവർ തിരിച്ചു വരും, ഒരു സംശയവും വേണ്ട. അപ്പോ ഈ ഡോക്ടറിനെ ന്യായീകരിക്കുന്ന ആൾക്കാരുണ്ടാവും, ന്യായീകരണ തൊഴിലാളികൾ. അവർ പറയും ഡോക്ടറുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, തെറ്റ് അവരുടെ ഭാഗത്താ, രോഗിയുടെ ഭാഗത്ത്, പാവം ഉഷ എന്ന സ്ത്രീയുടെ ഭാഗത്ത്. 5 വർഷമായി സർക്കാരിന്റെ കത്രിക അവർ കൊണ്ടുപോയില്ലേ, തിരിച്ചു കൊടുത്തോ? ഇനി അവരാ കത്രിക വിഴുങ്ങിയതാണോ? തെളിവൊന്നുമില്ലല്ലോ, പറയാൻ പറ്റത്തില്ല. ഇനി അതുമല്ലെങ്കിൽ അവർ ജനിച്ചപ്പോഴേ ആ കത്രിക ഉള്ളതാണോ? ഉണ്ടാവാം, തെളിവില്ലല്ലോ, എല്ലാം തെളിവല്ലേ വേണ്ടത്. സ്വർണ്ണക്കരണ്ടിയുമായി ജനിക്കുന്ന കുഞ്ഞുങ്ങളെ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട്. കത്രികയുമായി ജനിക്കുന്നവരുണ്ടായിരിക്കാം, പറയാൻ പറ്റത്തില്ല, തെളിവില്ലല്ലോ. ഇതാണ് നമ്മുടെ അവസ്ഥ. ആരോഗ്യ വകുപ്പ് ഒരു തെറ്റുമില്ല, തെറ്റെല്ലാം നമ്മുടെ ഭാഗത്ത്, പാവപ്പെട്ടവന്റെ ഭാഗത്ത്. ആരോട് പറയാൻ? താങ്ക് യു.